നമസ്കാരം, സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീക്ക്ലി ക്യൂസ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ക്യൂസ് ചലഞ്ചിൽ നമ്മൾ പറഞ്ഞിരുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ആ ക്യൂസ് കോമ്പറ്റീഷൻ ക്യാൻസൽ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്യൂസ് ചലഞ്ചിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഞാനിവിടെ കുറച്ച് ക്രൈറ്റീരിയയും റൂൾസും തന്നിട്ടുണ്ട്. അത് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. കൂടാതെ ഇതിൻ്റെ കൂടെയുള്ള ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ ചോദ്യം: പ്രകൃതി ദുരന്തങ്ങളിൽ നശിക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ട്രീ ആംബുലൻസ് ആരംഭിച്ച നഗരം? ഉത്തരം ചെന്നൈ ആണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നശിക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ട്രീ ആംബുലൻസ് ആരംഭിച്ച നഗരമാണ് ചെന്നൈ. ട്രീ ആംബുലൻസ് പദ്ധതി ചെന്നൈയിൽ 2019 ആരംഭിച്ച ഒരു ആദ്യ പ്രയത്നമാണ്. ഇത് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആരംഭിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഉത്തരം 2023 ജനുവരി 3. 2023 ജനുവരി 3 മുതലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ. അടുത്ത ക്വസ്റ്റ്യൻ: നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഉത്തരം ലക്നൗ. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിന് നൽകിയ പേര് എന്താണ്? ഉത്തരം കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിന് നൽകിയ പേര് കൈരളി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ വീക്ക്ലി ക്യൂസ് ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? ഓപ്ഷൻസ്: വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ എ. ഉത്തരം അറിയുന്നവര് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ. 100 രൂപയാണ് പ്രൈസ് മണി. അടുത്ത ക്വസ്റ്റ്യൻ: 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം? 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ശരി ഉത്തരം ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശരി ഉത്തരം ഗാർഹിക വാസ്തുവിദ്യ. ഗാർഹിക വാസ്തുവിദ്യ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് മനുഷ്യാലയ ചന്ദ്രിക. അടുത്ത ക്വസ്റ്റ്യൻ: ഉച്ചവെയിലും ഇളം നിലാവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉച്ചവെയിലും ഇളം നിലാവും എന്ന കൃതി രചിച്ചത് ആരാണ്? ശരി ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം രചിച്ച കൃതിയാണ് ഉച്ചവെയിലും ഇളം നിലാവും. അടുത്ത ക്വസ്റ്റ്യൻ: നിയമപരമായ അധികാരത്തിലൂടെയല്ലാതെ ഒരു നികുതിയും ചുമത്തുകയോ പിരിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ശരി ഉത്തരം അനുച്ഛേദം 265. അനുച്ഛേദം 265 പ്രകാരം നിയമപരമായ അധികാരത്തിലൂടെയല്ലാതെ ഒരു നികുതിയും ചുമത്തുകയോ പിരിക്കുകയോ ചെയ്യാൻ പാടില്ല.
അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള ദിനപത്രം. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള ദിനപത്രം. ശരി ഉത്തരം കേരള പത്രിക. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള ദിനപത്രമാണ് കേരള പത്രിക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.